ലോൺലി സുമ. ആഹാ, ഇടയിലും ഫോട്ടോസൊക്കെ ആണല്ലോ. ഇനി നീ കമൻ്റ് അടിച്ചിട്ടുണ്ടല്ലോ. ആവേശം. അത് ഓസം എന്നാ സാറേ. ആണോ? നമുക്കൊക്കെ ലൈക്കും കമൻസും അടിക്കാനല്ല സാറേ ഇവരൊക്കെ ഈ വീഡിയോസ് എല്ലാം പോസ്റ്റ് ചെയ്യുന്നത്. ജേഷേ, നീ എന്താടാ ഇതുവരെ കല്യാണമൊന്നും കഴിക്കാൻ? വീട്ടിലെ സാമ്പത്തിക സ്ഥിതി കൊണ്ടും ഇതുവരെ ശരിയായിട്ടില്ല സാറേ. അത് മാത്രമാണോ അതോ വല്ല ലവ് ഫെയിലറോ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ കോലം കണ്ട ആര് പ്രേമിക്കാനാ? എനിക്ക് ചില പെൺപിള്ളേരോട് പ്രേമം തോന്നിയിട്ടുണ്ട്. കയറി മുട്ടാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല സാറേ. നീ എപ്പോഴെങ്കിലും ആ സുമയുടെ വീട്ടിൽ വല്ലതും പോയിട്ടുണ്ടോ? വല്ല ഇലക്ട്രിക് പണിക്കോ പ്ലംബിംഗ് പണിക്കോ വല്ലതും? ഹേയ്, ഞാനിതുവരെ പോയിട്ടില്ല സാറേ. ഒരേ നാട്ടുകാരായിട്ടും ഒരു പരിചയമില്ലേ? ഇല്ല സാറേ. പിന്നെ അവർ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നതൊക്കെ ഞാൻ കാണാറുണ്ട് സാറേ. നിനക്ക് ഇൻസ്റ്റാഗ്രാമൊക്കെ ഉണ്ടോ? പുള്ളിക്കാരി സ്ഥിരം ഫോട്ടോ ഒക്കെ ഇടുന്ന ആളാ? സുമ ശ്രീധരൻ, സുമ സന്ദീപ്. ലോൺലി സുമ സാർ. ലോൺലി സുമ. ലോൺലി സുമ. ആഹാ, ഇടയിലും ഫോട്ടോസൊക്കെ ആണല്ലോ. ഇനി നീ കമൻ്റ് അടിച്ചിട്ടുണ്ടല്ലോ. ആവേശം. അത് ഓസം എന്നാ സാറേ. ആണോ? നമുക്കൊക്കെ ലൈക്കും കമൻസും അടിക്കാനല്ല സാറേ ഇവരൊക്കെ ഈ വീഡിയോസ് എല്ലാം പോസ്റ്റ് ചെയ്യുന്നത്. ഇക്കാലത്ത് അടി കിട്ടാതെ കമൻ്റ് അടിക്കാൻ സോഷ്യൽ മീഡിയയിലല്ലേ പറ്റുള്ളൂ. അതിപ്പോൾ സാറും ചെയ്യാറില്ലേ? ഇത്രയൊക്കെ ആയിട്ടും നീ അവരോട് ചാറ്റൊന്നും ചെയ്തിട്ടില്ലേ? നമ്മളൊക്കെ ചാറ്റ് ചെയ്താൽ ആര് റിപ്ലൈ തരാണ് സാറേ. സാറ് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിക്കോ. അതിന് നീ ആദ്യം ഒരു ഹായോ ഹലോയോ ഒക്കെ ഒന്ന് അയച്ചു നോക്കണം. എന്നാലല്ലേ മറുപടി വരുമോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റൂ. ചാറ്റ് ചെയ്തില്ലെങ്കിലും കമൻ്റൊക്കെ കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ട്. വാട്ട് എ ഹോട്ടി. അത് ഞാനില്ല സാറേ. ഞാനങ്ങനെ സ്ത്രീകളെ അപമാനിക്കുന്ന ഒന്നും ചെയ്യാറില്ല സാറേ. ശരിയായ ജഗദീഷ, ജയേഷല്ല. ജയേഷേ, അന്ന് ആക്സിഡൻ്റ് ഉണ്ടായപ്പോൾ നീ മദ്യപിച്ചിരുന്നതുകൊണ്ട് നീ അവിടെ നിന്ന് കൃത്യമായിട്ട് സ്കൂട്ട് ചെയ്തു. അത് നിൻ്റെ ബുദ്ധി. പിന്നെ പാസ്പോർട്ടിൻ്റെ കേസ് വന്നപ്പോൾ നീ അത് നൈസായിട്ട് ഹാൻഡിൽ ചെയ്തു. അതെന്നെ മിടുക്ക്. നിൻ്റെ ഈ ബുദ്ധിയും മിടുക്കും ഞങ്ങളുടെ സാറിനും ഞങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇതുപോലെ എന്തോ ഒരു കാര്യം നീ ബുദ്ധിപരമായി നിൻ്റെ ഉള്ളിൽ അടച്ചു പൂട്ടി വെച്ചിട്ടുണ്ട്. അതിങ്ങ് പറ. ഒന്നുമില്ല സാറേ. മര്യാദയ്ക്ക് പറഞ്ഞേ. ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാനാണ് നോക്കുന്നത് കേട്ടോ. നീ പറ. സാർ വേണമെങ്കിൽ ആ ഗോൾഡ് എടുത്തോ, എന്നെ ഒന്ന് പറഞ്ഞുവിടാൻ പറയൂ സാറേ. ജേഷേ, ഇനി കളി മാറും കേട്ടോ. ശരി.